പെങ്ങന്മാര് കരച്ചിൽ കണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഓൻ എഴുന്നേൽ ഇത്രയല്ലേ കടന്നത്. ഓനാണ് ദിവസം പണിക്കുള്ള ചെക്കനല്ലേ. കാര്യമല്ല ശരി തന്നെ. ദിവസം 1000 നിങ്ങൾ പഠിക്കുന്നു, ഒരു കളിയുമില്ല. പക്ഷെ പറഞ്ഞിട്ടെന്ന് വേണ്ടേ, ആ നായിന്റെ മോൻ ഗ്രേഡ് ഡിവിഷനല്ലേ, ഓൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിഴിഞ്ഞു പോയിന്. പലിശ കൊടുത്തിട്ടിപ്പോ മുതലക്കാളായി കേട്ടെ. എന്നിട്ടും തീരുന്നില്ല ഓന്റെ പണത്തോടുള്ള ആർത്തി. ഓനിപ്പോ ഒഴിവിലാണ്. ഓനെ കിട്ടിയാണ്ടല്ല, ഓനെ കൊത്തു വെച്ചപ്പിലാണ്. ഓനെ പലിശ കൊടുക്കല് ഇനോട് നിൽക്കണം. ആ മേഡം, ഈ ബ്രെയിൻ കൊടുക്കാൻ പാടുന്ന പൈസ ഈ കൃഷ്ണ നീ എന്നാ പറയുന്ന സുഹൃത്തെ. ഇപ്പം ഗ്രാമീണ ബാങ്കിൽ നിന്ന് മറ്റും സ്വർണം പണം വെച്ച് കഴിഞ്ഞാല് 4% പണം പലിശ കിട്ടും. നിനക്ക് വേണമെങ്കിലേ നിന്റെ പെങ്ങളെ സ്വർണം പണം വെച്ച് നിനക്ക് പണം പലിശ കൊടുക്കാം. നമ്മളെ ഇങ്ങോട്ടൊന്നും വന്നില്ലേ, നമ്മളെ കുട്ടാണ്. എങ്ങനെയാ തൂങ്ങിയതാ. ചെറുപ്പക്കാരനാ? അല്ല, ഒന്നാമതൊരു ചെക്കൻ എന്നിട്ടൊന്ന് വിട്ട്. ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. എന്നാൽ മറ്റു ചിലരും ഉള്ള ജീവിതം എങ്ങനെയാ കളയേണ്ടതെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യാനാ? പലിശ പണത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ചെക്കൻ. പലിശ പണം ചോദിച്ചത് ചെക്കൻ തൂങ്ങിയത് നിന്നോടാ? നിന്നോടോ? നിന്നോടാ? പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടാക്കി പലിശ പണം ചോദിച്ചിട്ടാണ് തൂങ്ങിയത്? സുകുമാരന്റെ മകൻ കുട്ടൻ തൂങ്ങി മരിച്ചു. ആ കഥ ഇങ്ങനെയല്ല പറയേണ്ടത്. സത്യാവസ്ഥ എനിക്കറിയാം.